ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആദ്യം മോള് ഒരു ചായ കുടിക്കേ. ഈ ഉറങ്ങി എഴുന്നേറ്റിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. കുടിക്കേ. ഗോകുൽ എവിടെ? ഓഫീസിൽ പോയോ? പിന്നെ പോകാതെ. ഇന്ന് കോടതിയില് ഏതോ വലിയ കേസിന്റെ വാദമുണ്ട്. നീ ഉണരുന്നത് നോക്കി കുറേ സമയം ഇവിടെ ഇരുന്നു. മോളുടെ തലവേദനയൊക്കെ മാറിയോ? എനിക്ക് തലവേദനയായിരുന്നോ? പൊള്ളുന്ന ചൂടും കടുത്ത തലവേദനയായിട്ടാ മോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. എന്തൊക്കെയോ പിച്ചുമയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും മോൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെയൊക്കെ ഉണ്ടായോ? ഉണ്ടായോന്നോ? കൊള്ളാം, നല്ല കഥയായി. ഗോകുല് വരുമ്പോ ചോദിച്ചാ മതി ഇവിടെ എന്തൊക്കെയാ നടന്നേന്ന്. രണ്ടുപേർക്കും കൂടി ഇരുന്ന് പറഞ്ഞു ചിരിക്കാം. മുറിയില് ബോധം കെട്ട് വീണ നിന്നെ ഗോകുല് കോരിയെടുത്താ ഇവിടെ കൊണ്ടുവന്നത്. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നായകൻ നായികയെ കയ്യിൽ കോരിയെടുത്ത് കൊണ്ടുവരുന്നത്. ഇതും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. മതി, എന്തിനാ അതൊക്കെ പറഞ്ഞ് അവളെങ്ങനെ കളിയാക്കുന്നത്? അല്ല, ഗൗരിമോള് സ്നാക്സ് വല്ലതും കൊണ്ടുപോയായിരുന്നോ? ഓ, അതെല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോ ഗോകുലോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ പോയത്? ഗോകുലിന്റെ ഡ്രസ്സൊക്കെ ആരാ അയൺ ചെയ്ത് കൊടുത്തേ? അതൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. നിനക്കൊരു ദിവസം വയ്യാതായെന്ന് കരുതി ഗോകുലിന്റെ കാര്യത്തില് ഞങ്ങൾ എന്തെങ്കിലും കുറവ് വരുത്തോ? സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ അമ്മയും സഹോദരിയൊക്കെ എത്ര നോക്കിയാലും അതൊന്നും ഒരു ഭാര്യയ്ക്കും തൃപ്തിയാവില്ല, അല്ലേ മോളെ? ഇനിയിപ്പം നിനക്ക് തന്നെ എല്ലാം ചെയ്യാലോ. അമ്മേ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഗൗരിമോള് സ്കൂളിൽ നിന്ന് വരുമ്പോ ഞാൻ വീട്ടിലുണ്ടാവണം, ഇല്ലെങ്കിൽ അവളെ വിഷമിക്കില്ലേ? ഡിസ്ചാർജിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഗോകുല് വന്നാ നമുക്ക് ഉടനെ പോവാം. അപ്പോ നമ്മളെ കൊണ്ടുപോകാൻ ഗോകുല് വരുമോ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത്? സ്വന്തം ഭാര്യ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോകാൻ ഭർത്താവ് തന്നെയല്ലേ വരേണ്ടത്? നിന്റെ ഓരോ കാര്യവും അവൻ ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. വലിയ വക്കീലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം ഭാര്യയ്ക്ക് ഒരു വയ്യായിക വന്നാ ആരായാലും ഒന്ന് ടെൻഷൻ അടിച്ചു പോവും. അവന് നിന്നോടുള്ള സ്നേഹം ശരിക്കും ഇന്നലെയാ ഞങ്ങൾ കണ്ടത്. എന്തൊരു വെപ്രാളമായിരുന്നു. ഡോക്ടറെ വിളിക്കാൻ ഓടുന്നു, മരുന്ന് വാങ്ങാൻ പോകുന്നു, ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാതെ കാഷ്വാലിറ്റിക്ക് വെളിയില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന കണ്ട് ഞങ്ങൾക്ക് പോലും സങ്കടമായി കേട്ടോ. സ്നേഹമുള്ള ഭർത്താക്കന്മാരങ്ങനെയാ. ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നാ പിന്നെ ഇരിപ്പറക്കില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ അവന് ശ്വാസം നേരെ വീണത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. മയങ്ങി കിടക്കുന്ന മോളെങ്ങനെ ഇതൊക്കെ അറിയുന്നേ? അമ്മേ, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി. മോൾക്കും ഗോകുലിനും ഇന്ന് വൈകിട്ട് എന്റെ കൈകൊണ്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണം. അമ്മ ഗോകുലിനെ വിളിച്ച് എപ്പോ വരുമെന്ന് ചോദിക്കുക. ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്.